നമസ്കാരം എല്ലാവർക്കും ലുക്ക് ബ്യൂട്ടിഫുൾ വിത്ത് നിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ രാവിലെ എനിക്കുള്ളതിന് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എന്താണ് കണ്ണൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഉറക്കപ്പിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് എന്താണ് ബോൾഡ് ആയിട്ടുള്ള കാജലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചു. ആ ഒരു ഉറക്കപ്പിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 2 വീഡിയോ മുന്നേ തോന്നുന്നു എന്റെ ഒരു ജ്വല്ലറി കളക്ഷന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഈ ജ്വല്ലറീസിന്റെ സ്റ്റോറേജിന്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്ത് കുറെ ജ്വല്ലറീസ് ഒന്നുമില്ല. അപ്പൊ ആ ഉള്ള ജ്വല്ലറീസ് എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യാറ് എന്നുള്ളതാണ് ഞാനിപ്പോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയാ, ഞാനൊരു ബിടെക്കിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ ഗോൾഡ് വിട്ടിട്ടുള്ള ബാക്കി ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ എങ്ങനെയായിരുന്നു വെച്ചാല് ഇപ്പൊ നമ്മുടെ സാധാ പക്ക നാട്ടുമ്പുറത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പം തൊട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾഡിന്റെ ഇയറിംഗ്സ് ഇട്ടായിരുന്നു. അതന്നെ കുറെ കാലം ഇടും. അത് മാറുമ്പോൾ കുറച്ച് വേറെ ഏതെങ്കിലും ഗോൾഡിന്റെ ഇടും. അങ്ങനെ ഇട്ട് പോവലാണ് ചെയ്യാം. അതേ ആചാരം തന്നെയാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് ഇയർ മാത്രമാണ് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡേ സ്കോളർ ആയിരുന്നത്. അപ്പം ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു, ബാക്കിയൊക്കെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാല് ഇപ്പൊ വീട്ടിൽ ഏതെങ്കിലും ഒരു കമ്മല് സ്ഥിരം ഇടും. ഒരു 5-6 മാസം അതന്നെ ഇടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഗോൾഡിന്റെ ചെറിയ കമ്മൽ ഏതെങ്കിലും മാറ്റിടും. വലിയ ചക്ക കമ്മൽ ഇടുന്ന കാര്യം എന്റെ ഒരു സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈവൻ ഞാൻ ആ കമ്മല് മാത്രം ഇട്ടിട്ട് ഒരു മാലില്ലാണ്ട് നടക്കാറുണ്ട്. ഈവൻ എന്നിട്ട് ഞാൻ 10th വരെയൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടുത്തെ സിസ്റ്റർമാർ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, മോളെ ഒരു ചെറിയ മാലയെങ്കിലും ആ കഴുത്തിലിട്ടോടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ആ അവസ്ഥയാണ് ഞാനാണ് ഇപ്പൊ എന്റെ ജ്വല്ലറിയുടെ സ്റ്റോറേജിന്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. എന്തായാലും അപ്പൊ ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ജ്വല്ലറീസ് എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യാറെന്ന് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ എന്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എല്ലാതും. അപ്പം അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. എന്നോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിലിങ്ങനെ സ്റ്റോറേജിന്റെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ആവശ്യതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലൊക്കെ ഇട്ട് വെക്കാം. അപ്പൊ ഇത് വലിയ കമ്മലുകളൊക്കെ ഇടുന്ന വെച്ചാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സാധനം എടുത്ത് പൊക്കാൻ പറ്റും. ഇതുണ്ട്, ഈ സാധനം എടുത്ത് ഇങ്ങനെ പൊക്കാൻ പറ്റുന്ന സാധനം. അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് മാറ്റി വെക്കും. അപ്പൊ വലിയ സാധനങ്ങളൊക്കെ ഇടാണ്. ഇവിടെ കണ്ടോ, ഇതെനിക്ക് കുറച്ച് വലിയ ഇയറിംഗ്സിന്റെ സെക്ഷനാണ്. അപ്പം അവിടെ ഞാൻ എന്താ ചെറുത് പൊക്കിയിട്ട് അതിനുള്ളിലിട്ട് വെക്കും. അതുപോലെ ഞാൻ ഇതിലിടാറ് മെയിൻലി ഇയറിംഗ്സുകളും പിന്നെ മറ്റേ റിങ്ങുകളും ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഇടാറ്. പിന്നെ എന്തെങ്കിലും എനിക്ക് ഭയങ്കര നല്ല റിങ്ങുകളാവുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു കവറിലാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിങ്ങുകളാണ്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു കുഞ്ഞൊരു കവറിനുള്ളിലാക്കിയിട്ട് അതിനുള്ളിട്ട് വെക്കും. പിന്നെ അത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഞാൻ ഇയറിംഗ്സിന് ചെയ്യാറ്. ഇങ്ങനത്തെ ഒരെണ്ണുണ്ട്. പിന്നെ അപ്പൊ അതിൽ കൊള്ളാത്ത ഇയറിംഗ്സുകളും പിന്നെ നെക്ലസ് ഞാൻ പറഞ്ഞു എനിക്ക് കുറെ കളക്ഷൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇട്ട് വെക്കാറ്. ഇതും അത് നേരത്തെ കാണിച്ചത് ഞാൻ വാങ്ങിയത് ആമസോണിലാണ്, ഞാൻ പറഞ്ഞു ആവോ. ഇതും ഞാൻ വാങ്ങിയത് ആമസോണിൽ തന്നെയാണ്. ഇതിന്റെ 3 എണ്ണം ഉണ്ട്, പല സൈസിലുള്ള 3 എണ്ണം ഉണ്ട്. ഇത് അതിൽ ഏറ്റവും ചെറുതാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനത്തേലാണ് ഞാൻ ഇട്ട് വെക്കാറ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ സിപ്പർ ബാഗ്സുകളിലായിട്ടാണ് ഇട്ട് വെക്കാറ്. ഇത് ഞാൻ ഈ നെക്ലസ് ഇട്ട് വെച്ചിട്ടുള്ള കവറായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനത്തെ വലിയ ബാഗുകളിൽ ഞാൻ നെക്ലസ് ഇട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കവറുകളിലാണ് ഇങ്ങനത്തെ വലിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാറ്. ഇത് കണ്ടോ, പിന്നെ ഇങ്ങനെ കുഞ്ഞു കവറിലായിട്ടാണ് ഞാൻ ഇട്ട് വെക്കാറ്. കാരണം ഇത് മറ്റുള്ള കമ്മലുകളായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് അതിന്റെ കളറൊന്നും പോകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഇതിൽ ഏറ്റവും താഴെയായിട്ടാണ് ഞാൻ നെക്ലസുകൾ വെക്കുക. ആ നെക്ലസുകൾ വെച്ച് കഴിഞ്ഞിട്ട് അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ വലിയ സിപ്പർ ബാഗിൽ ഇട്ടിട്ട് അടിയിൽ വെക്കും. അതിനുശേഷം ഈ മറ്റേ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന് മുകളിലേക്കാണ് ഞാനിങ്ങനെ മെല്ലെ വെക്കും. മെല്ലെയല്ല, ഞാനിട്ടത് കുറച്ചൊക്കെ ഞാൻ എന്റെ മുകളിൽ ഇങ്ങനെ വെക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ബാക്കിയുള്ള ചക്ക കമ്മലുകൾക്കും പിന്നെ എന്റെ കയ്യിലുള്ള കുറച്ച് മറ്റേ നെക്ലസുകളും ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പിന്നെയുള്ളത് എന്റെ കിഡ്സിന്റെ ഹെയർ ആക്സസറീസ് ആണ്. അതായത് അവരുടെ ഹെഡ് ബാൻഡ്, അവരുടെ കുഞ്ഞു ക്ലിപ്പുകൾ, അതൊക്കെയാണ്. അത് ഇപ്പൊ നേരത്തെ കാണിച്ച ഇയറിംഗ്സിന്റെ ബോക്സിന്റെ പോലത്തെ ഒരു പെട്ടിങ്ങാണ്. അതിനെക്കാട്ടും കുറച്ചുകൂടി വലുതാണ്. കാരണം ഹെയർ ആക്സസറീസ് ഒക്കെ കുറച്ചുകൂടി വലിയ സാധനങ്ങളായിരിക്കും. അപ്പം അതിനുള്ള ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്. ഈ ബോക്സ്
അപ്പൊ ഈ മെയിൻ ബോക്സിനകത്ത് ഞാൻ കുഞ്ഞു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ ഇവരുടെ ക്ലിപ്പുകൾ, നല്ല നല്ല ഭംഗിയിലെ ക്ലിപ്പുകളില്ലേ, അതൊക്കെ എടുത്ത് വെക്കാറ്. ലൈക്ക് ഇങ്ങനത്തെ ഐറ്റംസുകൾ, കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ, ലൈക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്താണ് വെക്കാറ്. ഇങ്ങനത്തെ ക്ലിപ്പുകൾ, ഇങ്ങനത്തെ ഐറ്റംസുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിനകത്താണ് വെക്കാറ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ വലിയ ക്ലിപ്പുകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹെയർ ബാൻഡ്സുകൾ, അതും പിന്നെ ഇങ്ങനത്തെ വലിയ ക്ലിപ്സുകൾ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഈ ഭാഗത്താണ് വെക്കാറ്. ഓക്കെ, പിന്നെ പറയുന്നത് ബാംഗിൾസ് ആണ്. ബാംഗിൾസും എനിക്ക് വലിയ കളക്ഷൻസ് ഒന്നുമില്ല. ഇതിലാണ് ഞാൻ ബാംഗിൾസ് സൂക്ഷിക്കാറ്. ബാംഗിൾസ് ഉള്ളത് ഇതിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം ഹൈറ്റിലേക്കാണ് എടുത്തു വെക്കാറ്. കാരണം ഇതൊക്കെ എന്റെ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എടുത്തിറങ്ങും. കുറെ തവണയൊന്നും ഞാൻ നോക്കുമ്പോൾ എന്റെ കമ്മലുകളിലൊക്കെ ഓരോന്നേ കാണാനുള്ളൂ, ബാക്കിയൊന്നും കാണാനില്ല. അപ്പൊ ഒക്കെ എടുത്ത് അലങ്കരിച്ച് നടപ്പാണ് അവരുടെ പണി. അപ്പൊ ആക്ച്വലി ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെയുള്ള റാക്കുകളിൽ ഏറ്റവും മുകളിലാണ് വെക്കാറ്, അവർക്ക് എത്തുന്നതിനും മുകളിൽ. പക്ഷെ ഇപ്പോഴത്തെ കാലാപൂടി എന്താണെന്ന് വെച്ചാൽ കസേരയിട്ട് വലിച്ചോണ്ടുവരും, ടൈം കയറിയിട്ട് ഇതും എടുക്കലാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ആ റൂം കുറെ നേരം കുറ്റിയിടും, ഇതിങ്ങനെ കുറുമ്പ് കാണിക്കുന്ന നേരത്തൊക്കെ. അപ്പൊ അതാണ് ഇപ്പൊ നോർമലി ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ. പിന്നെ ആ സിപ്പർ ബാഗുകളൊക്കെ ഞാൻ വാങ്ങിച്ചത് ആമസോണിനാണ് കേട്ടോ. ഇതിൽ കാണിച്ചാലും ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിച്ചത് ആമസോണിൽ തന്നെയാണ്. ആ കമ്പാർട്ട്മെന്റിന്റെ സാധനം, കുഞ്ഞു മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നേഴ്സും ഒക്കെ വാങ്ങിച്ചത് ആമസോണിനാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഞാൻ പറയുന്ന പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇതുപോലത്തെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഞാനപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ സ്റ്റോറേജ് ഇഷ്ടമായെങ്കിലും പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്റ്റോറേജ് മെക്കാനിസം ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ ഇപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് അത്ര വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അതും എന്റെ അടുത്ത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം. Okay, so see you all my next video. Till then, take care. Bye bye. Look beautiful and be happy. Bye.